കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയുടെ വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴേക്കും രാജീവ് ബിസിനസ് കാര്യങ്ങളെല്ലാം അരുണിനോട് പറയുന്നുണ്ടെങ്കിലും അരുണും അതൊന്നും മൈൻഡ് ചെയ്യാതെ ടെൻഷനോടെ ഇരിക്കുന്ന കണ്ട് എന്താലോചിച്ചിരിക്കുവാണെന്നും എന്താ കാര്യമെന്നും സാന്ദ്ര ചോദിക്കുന്നുണ്ട്. ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് രാജീവ് ചോദിക്കുന്നുണ്ടെങ്കിലും ബിസിനസ്സിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും താൻ അത് ഡീൽ ചെയ്യുമെന്നും നിധിയുടെ കാര്യം ആലോചിച്ചാണ് തനിക്ക് ടെൻഷനെന്നും അരുൺ പറയുന്നുണ്ട്. നിധിയെപ്പറ്റി ആലോചിക്കുന്നതിൽ രാജീവ് അവനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അവൾ നമുക്ക് ദ്രോഹം ചെയ്തിട്ടാണ് പോയതെങ്കിലും അവൾ സന്തോഷമായി അവിടെ ജീവിക്കുന്നുണ്ടെന്നായിരുന്നു കരുതിയത്. അത് കേൾക്കെ ടെൻഷനോടെ അവളുടെ അമ്മ ഹേമയും ചോദിക്കുന്നുണ്ട്, അവൾ നല്ലൊരു കുടുംബത്തിലേക്കല്ലേ കല്യാണം കഴിച്ചു പോയതെന്ന്. അതങ്ങനെയല്ലെന്നും അതൊരു ചീത്ത കുടുംബമാണെന്നും ആ ഡ്രൈവർ അവളോട് എന്തൊക്കെ പറഞ്ഞെന്നും അവൾ എന്തൊക്കെ മനസ്സിലാക്കിയെന്നും അറിയില്ലെന്നും അതൊരു മോശപ്പെട്ട കുടുംബമാണെന്നും നിധിക്ക് എങ്ങനെ അവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തനിക്ക് അറിയില്ലെന്നും അരുൺ പറയുന്നുണ്ട്. ആ നാട്ടിലെ ഒരുത്തൻ പോലും ആ വീടിനെ പറ്റി നല്ലതൊന്നും പറയുന്നില്ലെന്നും അതൊരു വീടല്ലെന്നും 5 ആണുങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണെന്നും അതെങ്ങനെ ഒരു വീടാകുമെന്നും ആ ഡ്രൈവറും അവൻ്റെ ചേട്ടനും അനിയന്മാരും അതൊന്നും പോരാഞ്ഞ് ഒരു കുടിയനായ അച്ഛനും അയാൾ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്, പോരാത്തതിനെ ഭാര്യയെ കൊലപ്പെടുത്തി ജയിലിൽ പോയവനാ എന്നവൻ പറയുമ്പോഴേക്കും എന്താ നീ പറഞ്ഞത്, കൊലപാതകിയുടെ കുടുംബമോ? 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ എൻ്റെ മോൾ എങ്ങനെ കഴിയും? അവൾക്ക് ഇത്രയും ബുദ്ധിയില്ലാതായി പോയത് എങ്ങനെയാ? എല്ലാം കൈവിട്ട് പോയല്ലോന്നും പറഞ്ഞ് ഹേമ നിലവിളിക്കുമ്പോഴേക്കും സാന്ദ്രയും അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിധിയുടെ ജീവിതത്തെക്കുറിച്ച് അരുൺ പറയുമ്പോഴേക്കും അതെല്ലാം കേട്ട് ടെൻഷനോടെ രാജീവും എന്തൊക്കെയാ നീ പറയുന്ന അരുണെ എന്ന് ചോദിക്കുന്നുണ്ട്. താൻ പറഞ്ഞത് സത്യം തന്നെയാണെന്നും ആ നാട്ടിലെ ആരോട് ചോദിച്ചാലും ഇത് തന്നെ പറയുമെന്നും അവരുടെ വീട് കേസിലാണെന്നും ആ കേസ് കൊടുത്തത് അവരുടെ വല്യച്ഛനും അമ്മായിയുമാണെന്നും കേസ് തീർപ്പായാൽ ആ വീടും അവർക്ക് നഷ്ടപ്പെടുമെന്നും പിന്നെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നും അങ്ങനെ ഒരു വീട്ടിലാണ് നിധി താമസിക്കുന്നതെന്നും അതൊരു ദാരിദ്ര്യം പിടിച്ച വീടാണെന്നും അരുൺ പറയുമ്പോഴേക്കും വീട്ടിലേക്ക് വന്നൊരു പെണ്ണിനെ കൊലപ്പെടുത്തിയ വീടാണതല്ലേ, അതുപോലെ നമ്മുടെ നിധിക്കും എന്തെങ്കിലും അപകടം സംഭവിക്കോ? എന്തൊക്കെയാ ഇനി നടക്കാൻ പോകുന്നത്? വീട് വിട്ടിറങ്ങിപ്പോയി കല്യാണം കഴിച്ചതാണെങ്കിലും നല്ലൊരു കുടുംബത്തിലേക്കാണ് ചെന്നുകയറിയതെന്ന ആശ്വാസത്തിലായിരുന്നു. ഇങ്ങനെയൊരു കൊലപാതകിയുടെ കുടുംബമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. അരുണെ, ഈ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാമായിരുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ എന്തു ചെയ്യും രാജീവേട്ട എന്ന് പറഞ്ഞ് ഹേമ സങ്കടത്തോടെ കരയുമ്പോഴേക്കും രാജീവും ടെൻഷനോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. സുധീഷും തൻ്റെ ഫ്രണ്ടിൻ്റെ ജീപ്പെല്ലാം തിരികെ കൊടുത്ത് വീണ്ടും ജോലിക്കായി ട്രാവൽസിലെത്തുമ്പോഴേക്കും ട്രാവൽസ് ഓണറായ തോമസ് ഏട്ടൻ വലിയ വീട്ടിലെ പെണ്ണിനെ അടിച്ചുകൊണ്ടുവന്നവന് ജോലിയില്ലെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് ബോറടിച്ച നിധി സുധീഷിൻ്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴേക്കും അതൊരു വലിയ ഓഫീസാണെന്നും ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെന്നും സുധീഷ് പറയുമ്പോഴേക്കും വീട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ടെന്നും താനും അവിടെ വന്നിരുന്നോട്ടെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ട്രാവൽസ് മുതലാളിയാണെന്ന് താൻ തന്നെ പറഞ്ഞതാണല്ലോ എന്നോർത്ത് സുധീഷ് ചിരിയോടെ അവളോടത് സമ്മതിക്കുന്നുണ്ടെങ്കിലും അവരുടെ ചേട്ടനൊരു ആർക്കിടെക്റ്റ് അല്ലേ എന്നും താനും ആർക്കിടെക്റ്റ് തന്നെയാണ് പഠിച്ചതെന്നും ചേട്ടൻ്റെ ഓഫീസിൽ തനിക്കും ഒരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കണമെന്നും തൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലെന്നും സാലറി കുറച്ച് കുറവാണെങ്കിലും ആർക്കിടെക്റ്റ് പരമായി എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയെന്നും അതും വെച്ച് താൻ ഉയരങ്ങളിലേക്ക് എത്തുമെന്നും നിധി പറയുന്നുണ്ട്. ചേട്ടൻ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നെന്നും താൻ തന്നെ ചേട്ടനോട് ചോദിക്കാമെന്നും നിധി പറയുന്നുണ്ടെങ്കിലും സുധീഷ് അതിന് സമ്മതിക്കാതെ താൻ തന്നെ ചേട്ടനോട് ചോദിക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് നിധി വീട്ടിൽ അലക്കി തുണി വിരിക്കുമ്പോഴേക്കും അവരുടെ അമ്മായി അങ്ങോട്ട് വന്ന് അടുത്തൊന്നും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവളോട് അവളുടെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. നിധി എന്നവൾ പറയുമ്പോഴേക്കും പേര് നല്ലതാണെന്നും കാണാനും നല്ല സുന്ദരിയാണെന്നും നിനക്ക് കല്യാണം കഴിക്കാൻ വേറെ ആളെ കിട്ടിയില്ലേ എന്നും ഒളിച്ചോടി വന്ന് ഇവനെ തന്നെ കല്യാണം കഴിക്കണമായിരുന്നെന്നും അമ്മായി ചോദിക്കുന്നുണ്ട്. സുധീഷ് തൻ്റെ കുടുംബം നല്ലതാണെന്ന് കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതാണോ എന്നും നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നതെന്നുമൊക്കെ അമ്മായി പറയുമ്പോഴേക്കും ഭാസ്കരനും അവരുടെ സംസാരം കണ്ട് മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എത്ര പെട്ടെന്ന് പോവാമോ അത്രയും പെട്ടെന്ന് ഓടിപ്പോയിക്കോ എന്നും ജീവന് വരെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത വീടാണിതെന്നും ഒരു കൊലപാതകിയുടെ കുടുംബമാണിതെന്നും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നീ വീട് വിട്ടുപോയിന്നറിഞ്ഞപ്പോൾ ആശ്വാസമായതാണെന്നും പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ തിരിച്ചെത്തിയതെന്താ അവിടെ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിട്ടോന്നും ജീവൻ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടോ എന്നും അവർ പറയുമ്പോഴേക്കും ഭാസ്കരനും അങ്ങോട്ട് വന്ന് അവരെ വഴക്കു പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് സുഭാഷിനോടായി തൻ്റെ ജോലി പോയ കാര്യം അറിയിക്കുന്നുണ്ട്. നിധിയുടെ അച്ഛനും ചേട്ടനും അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും
തന്നോട് ജോലി മതിയാക്കി പോവാൻ ആവശ്യപ്പെട്ടെന്നും സുധീഷ് പറയുമ്പോഴേക്കും ഇനി എന്ത് ചെയ്യുമെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. വേറെ 2-3 ട്രാവൽ ഏജൻസിയിലൊക്കെ ജോലി ചോദിച്ചു വെച്ചിട്ടുണ്ടെന്നും അവർ വിളിച്ചാൽ പോണമെന്നും സുധീഷ് പറയുമ്പോഴേക്കും എല്ലാം കേട്ടോണ്ട് നിന്ന ഹരീഷും ഇതുവരെ വീട്ടു ചിലവിന് കാശ് കൊടുത്തിരുന്നില്ലെന്നും ഇപ്പോൾ ഉള്ള ജോലിയും പോയെന്നും ഇനി ചേട്ടനും ചേട്ടത്തി അമ്മയ്ക്കും കൂടി ഏട്ടൻ തന്നെ ചിലവിന് തരണ്ടേ എന്നും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. താനൊരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിൻ്റെ അസൂയല്ലേ നിനക്കെന്ന് പറഞ്ഞ് സുധീഷ് അവനോട് വഴക്കടിക്കുമ്പോഴേക്കും ആ കുട്ടി കേൾക്കുമെന്ന് പറഞ്ഞ് സുഭാഷ് അവരെ പിന്തിരിപ്പിക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ടെത്തുന്നുണ്ട്. സുഭാഷ് ഹരീഷിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും എന്താ കാര്യമെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് ചേട്ടാനിയന്മാർ തമ്മിലുള്ള ചെറിയൊരു വഴക്കാണെന്നും അതും പറഞ്ഞിനി കരയാൻ നിൽക്കേണ്ടെന്നും സുധീഷ് അവളെ കളിയാക്കുന്നുണ്ട്. പിന്നീട് സുഭാഷ് ജോലി ചെയ്യുന്നിടത്തേക്ക് ചെന്ന് അവനെ ജോലിയിൽ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ജ്യൂസെല്ലാം കൊടുക്കുമ്പോഴേക്കും എന്താ കാര്യമെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ചേട്ടൻ ഒരു ആർക്കിടെക്റ്റ് ആണെന്ന് താൻ നിധിയോട് കള്ളം പറഞ്ഞെന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഡ്രൈവറായി അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ വീടിനെക്കുറിച്ച് ചോദിച്ചെന്നും ഒരു ഗെറ്റപ്പ് ഇരുന്നോട്ടെ എന്ന് കരുതി ചേട്ടൻ ഒരു ആർക്കിടെക്റ്റ് ആണെന്ന് തട്ടിവിട്ടതാണെന്നും സുധീഷ് പറയുന്നുണ്ട്. അതെന്താ നിന്റെ ചേട്ടൻ മേസ്തിരിയാണെന്ന് പറയുന്നത് നിനക്ക് കുറച്ചിലാണെന്ന് സുഭാഷും. അങ്ങനെയൊന്നുമില്ലെന്നും അവളൊരു വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ എന്നും കുറച്ച് ഗെറ്റപ്പ് ഇടുന്നോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്നും അവളെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ഓർത്തില്ല എന്നും അവളും ഒരു ആർക്കിടെക്റ്റ് ആണെന്നും അതാലോചിക്കാതെ ചേട്ടനും ഒരു ആർക്കിടെക്റ്റ് ആണെന്ന് താൻ പറഞ്ഞു പോയി എന്നും തനിക്ക് വേണ്ടി ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണമെന്നും ചേട്ടൻ അറിയാവുന്ന ഒരു ആർക്കിടെക്റ്റിനെയോ എഞ്ചിനീയറെയോ കണ്ട് നിധിക്ക് ഒരു വലിയ കമ്പനിയിൽ ജോലി വാങ്ങിക്കൊടുക്കണമെന്നും സുധീഷ് പറയുന്നുണ്ട്. സുധീഷ് പറയുന്നത് കേട്ടിട്ട് തന്നെ തനിക്ക് പേടിയാകുന്നെന്നും അങ്ങനത്തെ വലിയ കമ്പനിയൊന്നും തനിക്ക് പരിചയമില്ലെന്നും സെൻട്രിങ്ങോ ടൈൽസ് പണിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നേ നോക്കാമായിരുന്നുവെന്നും ഒരു ആർക്കിടെക്റ്റിനെ താനെങ്ങനെ ജോലി വാങ്ങിക്കൊടുക്കുമെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. തനിക്കതിന് കഴിയില്ലെന്നും ആ കുട്ടിയോട് ഇപ്പോൾ തന്നെ പോയി സത്യം എന്താണെന്ന് തുറന്നു പറയണമെന്നും അവനത് കഴിയില്ലെങ്കിൽ താൻ തന്നെ പറയാമെന്നും സുഭാഷ് പറയുമ്പോഴേക്കും ചേട്ടൻ ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞ് സുധീഷും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നികേഷ് തൻ്റെ പേരിൽ ഒരു സിം കാർഡ് നിധിക്കെടുത്തു കൊടുക്കുമ്പോഴേക്കും അവൾ തൻ്റെ മൊബൈലിൽ നിന്ന് അച്ഛനെ വിളിക്കുന്നുണ്ട്. താനിപ്പോഴാണ് പുതിയ സിം കാർഡ് എടുത്തതെന്നും ആദ്യമായിട്ട് അച്ഛനെയാണ് വിളിക്കുന്നതെന്നും അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്നും നിധി ചോദിക്കുമ്പോഴേക്കും നിധിയുടെ ശബ്ദം കേട്ട് സങ്കടം വരുന്നുണ്ടെങ്കിലും തന്നെ എന്തിനാ വിളിച്ചെന്ന് രാജീവും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. തനിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും ഫോൺ കട്ടാക്കല്ലേ എന്നും ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ടെന്നും നിധി ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള നാടകമൊന്നും തന്നോട് വേണ്ടെന്നും തനിക്കൊരു മകളുള്ളത് മരിച്ചു പോയെന്നും തന്നെ ഇനി വിളിക്കരുതെന്നും പറഞ്ഞ് രാജീവും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നിധി സാന്ദ്രയെ വിളിച്ച് അച്ഛൻ്റെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അച്ഛൻ്റെ ആരോഗ്യമെല്ലാം റെഡിയായെങ്കിലും അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലെന്നും ജോലിക്കാര്യമെല്ലാം അരുണേട്ടനാണ് നോക്കുന്നതെന്നും നീ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അച്ഛനും അമ്മയും ആകെ തകർന്നു പോയെന്നും നീ അവിടെ സുഖമായിരിക്കുന്നുവെന്ന് നിധി ചോദിക്കുന്നുണ്ട്. തനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അതിനുള്ള സമയം കിട്ടുമോ എന്ന് അറിയില്ലെന്നും നിധി പറയുമ്പോൾ തനിക്ക് കുറച്ച് സമയം മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ എന്നും അരുണേട്ടൻ പുറത്തുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും കയറി വരാമെന്നും തൽക്കാലം ഇപ്പോൾ വിളിച്ച കാര്യം പറയുമെന്നും ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നും സാന്ദ്ര പറയുമ്പോഴേക്കും താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആധാർ കാർഡും സർട്ടിഫിക്കറ്റും ഐഡന്റിറ്റി കാർഡുമെല്ലാം എടുത്തു വെച്ചതാണെന്നും ആ തിരക്കിനിടയിൽ നഷ്ടപ്പെട്ടുവെന്നും ഒരു ജോലി കണ്ടെത്തണമെങ്കിൽ തന്നെ എല്ലാം വേണമെന്നും ഏട്ടത്തി അതൊന്ന് എടുത്തു തരാമോന്നും നിധി ചോദിക്കുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് എല്ലാം അച്ഛൻ്റെ കയ്യിലാണെന്നും താൻ എങ്ങനെ അത് എടുത്തു തരുമെന്നും നിധി പറയുമ്പോഴേക്കും അരുണും അങ്ങോട്ടെത്തുന്നുണ്ട്. അതാരാണെന്ന് അരുൺ ചോദിക്കുമ്പോഴേക്കും തൻ്റെ ഫ്രണ്ടാണെന്ന് സാന്ദ്ര പറയുന്നുണ്ട്. അത് വിശ്വസിക്കാതെ അരുണും സാന്ദ്രയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി വിളിക്കുമ്പോഴേക്കും നിധിയാണെന്ന് മനസ്സിലാക്കി നിധിയെയും സാന്ദ്രയെയും വഴക്കു പറയുന്നുണ്ട്. അവളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വിളിച്ചതാണെന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും അവൾ വീട് വിട്ടിറങ്ങിപ്പോയതിൻ്റെ അപമാനം ഇതുവരെ മാറിയിട്ടില്ലെന്നും നിന്നെ വിളിച്ച് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി ജോലിയെല്ലാം നേടി സന്തോഷമായി ജീവിക്കാനാണ് അവൾ ശ്രമിക്കുന്നതെന്നും അവളുടെ ഒരു സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തു പോകരുതെന്ന് അരുണും സാന്ദ്രയെ താക്കീത് ചെയ്യുന്നുണ്ട്. ആകെ സങ്കടത്തോടെ ഇരിക്കുന്ന നിധിയെ കണ്ട് സുധീഷ് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും സർട്ടിഫിക്കറ്റിനായി സാന്ദ്രയിടത്തിയെ വിളിച്ച അവളെ അരുൺ വഴക്കു പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ടെന്നും എല്ലാം ശരിയാവുമെന്നും പറഞ്ഞ് നിധിയോട് സുധീഷ് ഉറങ്ങാൻ പറയുന്നുണ്ടെങ്കിലും നിധിയുടെ സങ്കടത്തോടെയുള്ള നിൽപ്പ് കണ്ട് നിധിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. താൻ വീട് വിട്ടിറങ്ങിയ നാളു തൊട്ട് തനിക്ക് ഉറക്കം ശരിയായി വരുന്നില്ലെന്നും താൻ തെറ്റാണ് ചെയ്തതെന്ന കുറ്റബോധം തനിക്കുണ്ടെന്നും അക്കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ഉറങ്ങാൻ കഴിയാറില്ലെന്നും സുധീഷ് പൊയ്ക്കോളൂ താൻ ഉറങ്ങിക്കോളാമെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും ടെൻഷനോടെയുള്ള അവളുടെ ആ നിൽപ്പ് കണ്ട് നമുക്ക് പുറത്തെവിടേക്കെങ്കിലും ഒന്ന് പോയാലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഈ സമയത്തോ എന്ന് നിധി ചോദിക്കുമ്പോൾ അതെ എന്നും ഇങ്ങനെ കരഞ്ഞോണ്ട് സങ്കടപ്പെട്ടിരുന്ന
ഉറങ്ങാൻ കഴിയില്ലെന്നും പുറത്തേക്ക് പോയി ഒന്ന് റിലാക്സ് ചെയ്താൽ മൈൻഡ് റെഡിയാവുമെന്നും സ്ട്രെസ് കുറഞ്ഞ് റിലാക്സ് ആവുമെന്നും പുറത്തു പോയി വന്ന ആ ക്ഷീണത്തിൽ പെട്ടെന്ന് തന്നെ ഉറക്കം വരുമെന്നും സുധീഷ് പറഞ്ഞു നിർബന്ധിക്കുമ്പോഴേക്കും നിധിയും യാത്രയ്ക്ക് റെഡിയാവുന്നുണ്ട്. റെഡിയായി മുറ്റത്തെത്തുന്ന നിധിയും രാത്രി യാത്ര സേഫ് ആകുമോന്ന് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നും ധൈര്യമായി തന്റെ കൂടെ പോരെന്നും സുധീഷ് പറയുമ്പോഴേക്കും ഏത് വണ്ടിയിലാണ് നമ്മൾ പോകുന്നതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുധീഷ് തന്റെ ബൈക്കിലേക്ക് കയറാനായി പറയുമ്പോഴേക്കും ജീപ്പ് എവിടെയെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് ഓഫീസിൽ വെച്ച് വന്നതാണെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി ബൈക്കിൽ കയറാതെ മടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ താൻ സുരക്ഷിതമായി അവളെ തിരിച്ചു കൊണ്ടെത്തിക്കാമെന്നും ഇതൊരു ബൈക്ക് ടാക്സിയായി കണക്കാക്കിയാൽ മതിയെന്നും പെട്രോൾ കാശ് കൂടി തന്നേക്കെന്നും സുധീഷ് പറയുമ്പോഴേക്കും നിധിയും അവന്റെ കൂടെ ബൈക്കിലേക്ക് കയറുന്നുണ്ട്. അവൾ ബൈക്കിൽ കയറി വൺ സൈഡ് ഇരിക്കുമ്പോഴേക്കും രണ്ട് സൈഡിലേക്കും കാലിട്ടിരുന്ന ഓടിക്കാൻ സേഫ് ആവുമെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഇത് തനിക്ക് ഓക്കെയാണെന്നും ബൈക്ക് എവിടെയെങ്കിലും കൊണ്ടിടിച്ച തന്റെ പല്ലും മൂക്കുമൊന്നും കേടാവാതെ പെട്ടെന്ന് ചാടി രക്ഷപ്പെടാമല്ലോ എന്നും നിധിയും പറയുന്നുണ്ട്. അവളുടെ ബുദ്ധിയെ പ്രശംസിച്ചുകൊണ്ട് സുധീഷും ബൈക്കെടുത്ത് പോകുമ്പോഴേക്കും സുഭാഷും സന്തോഷത്തോടെ അവർ പോകുന്നത് നോക്കി നിൽപ്പുണ്ട്. സുധീഷിന്റെ കൂടെ ആ ബൈക്ക് യാത്ര ആസ്വദിച്ച് നിധിയും സുധീഷും കൂടി ഒരു ബീച്ചിലെത്തുന്നുണ്ട്. കടൽക്കരയിലെ മണലിലിരുന്ന് നിധി സുധീഷിന്റെ കൂടെ രാത്രിയിലെ ആ കടൽ കാഴ്ചകൾ സന്തോഷത്തോടെ ആസ്വദിക്കുന്നത് കണ്ട് സുധീഷും നിധിയോടായി പറയുന്നുണ്ട്, നമ്മൾ പ്രശ്നങ്ങളെ ഒഴിവാക്കി വിട്ട ആ പ്രശ്നങ്ങളും നമ്മെ വിട്ടകലുമെന്ന്. നിറയെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നവർക്ക് ഒരു നാൾ സന്തോഷം വരുമെന്ന് തന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്നും അതുപോലെ നിധിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയും നല്ലൊരു ജീവിതവും എല്ലാം കിട്ടുമെന്ന് സുധീഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. രാത്രി പെട്രോളിങ്ങിനിറങ്ങിയ രണ്ട് പോലീസുകാർ അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് വന്ന് ഈ സമയത്ത് എന്താ ഇവിടെ ഇരിക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട്. താനൊരു ജോലിക്ക് വന്നതായിരുന്നെന്നും ജോലി തീർന്നപ്പോൾ വൈകിയെന്നും കുറച്ചുനേരം റിലാക്സ് ചെയ്യാനായി വന്നതാണെന്നും സുധീഷ് പറയുമ്പോഴേക്കും ഇത് തൻ്റെ വൈഫാണോന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് സുധീഷ് പറയുമ്പോൾ ഇവിടെ അധിക സമയം നിൽക്കാൻ പാടില്ലെന്നും പെട്ടെന്ന് തന്നെ പോയിക്കൊള്ളണമെന്നും പറഞ്ഞുകൊണ്ട് അവരും അവിടെ നിന്ന് നടന്നു നീങ്ങുന്നുണ്ട്. അത് കണ്ട് സുധീഷും നിധിയോടായി പറയുന്നുണ്ട്, ഈ താലി കഴുത്തിലുള്ളോണ്ടാ നമ്മളിപ്പോൾ രക്ഷപ്പെട്ടതെന്ന്, അത് ഊരി വലിച്ചെറിയല്ലേന്ന്. നിധിയും ചിരിയോടെ അത് സമ്മതിക്കുമ്പോഴേക്കും വിശക്കുന്നില്ലെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. തനിക്ക് വിശപ്പില്ലെന്ന് നിധി പറയുമ്പോഴേക്കും ഇവിടെ അടുത്തു തന്നെ തട്ടുകടയുണ്ടെന്നും ചൂടോടെ ദോശ കഴിക്കാമെന്നും സുധീഷ് പറയുമ്പോഴേക്കും നിധിയും അവന്റെ കൂടെ ചെല്ലുന്നുണ്ട്. നിധിയും ദോശ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ഈ സമയത്തും ഇവിടെ ധാരാളം ആളുകളുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇയാളുടെ നാട്ടിലെ പോലെ 10 മണിയാവുമ്പോൾ കിടന്നുറങ്ങില്ലെന്നും ഇത് തിരുവനന്തപുരം സിറ്റിയാണെന്നും 24 മണിക്കൂറും ഇതിലെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമെന്നും അവരെല്ലാം ഈ കടയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നതെന്നും സുധീഷ് പറയുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലും നിധി കാഴ്ചകളെല്ലാം ആസ്വദിക്കുന്നുണ്ട്. വഴിയിൽ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി കണ്ട് ഇതുപോലെ വലിയൊരു കമ്പനിയിൽ തനിക്കും ജോലി കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് നിധി പറയുമ്പോഴേക്കും അതെല്ലാം സാധിച്ചെടുക്കാമെന്ന് സുധീഷും പറയുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സുഭാഷിന്റെ അടുത്തേക്ക് നിധി എത്തിക്കൊണ്ട് ഇന്നെന്താ കഴിക്കാനെന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ താൻ ഉണ്ടാക്കി തരാമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും താൻ എന്തുണ്ടാക്കിയാലും കഴിക്കുമെന്ന് നിധിയും പറയുന്നുണ്ട്. മിക്സി ജാറിൽ തേങ്ങ ഇട്ട് വെച്ചത് കണ്ട് താൻ അതരക്കട്ടെ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അത് വേണ്ടെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും കുക്കർ വിസിലടിക്കുന്നത് കണ്ട് സുഭാഷ് അത് നിർത്താനായി പരിഭ്രമത്തോടെ ശ്രമിക്കുമ്പോഴേക്കും ഉറങ്ങുന്ന സമയത്ത് ഇത്തരം ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ഉറക്കത്തിൽ നിന്ന് നികേഷ് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. മിക്സിയുടെ ശബ്ദം കേട്ട് അവരുടെ ഉറക്കം പോവണ്ടെന്ന് വിചാരിച്ചിട്ടാ മിക്സിയിൽ ഇതുവരെ അരയ്ക്കാതിരുന്നതെന്നും കുക്കറിൽ വിസിൽ വരുന്നതിനു മുന്നേ ഗ്യാസ് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചതാണെന്നും നടന്നില്ലെന്നും ഉറക്കം പോയതുകൊണ്ടാണ് അവർ ദേഷ്യപ്പെട്ടതെന്നും സുഭാഷ് ടെൻഷനോടെ പറയുന്നുണ്ട്. ഇവരൊക്കെ ഇനി എപ്പോൾ എണീക്കാനാന്ന് നിധി ചോദിക്കുമ്പോൾ രാത്രി മുഴുവനും അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെന്നും എപ്പോൾ ഉറങ്ങിയെന്ന് അറിയില്ലെന്നും അതുകൊണ്ട് അവർ ഉറങ്ങട്ടെ എന്നും സുഭാഷ് പറയുന്നുണ്ട്. അനിയന്മാർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ സുഭാഷിന് ദേഷ്യം വരുമോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. വരുമെന്ന് സുഭാഷ് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്താ ചേട്ടന് ദേഷ്യം വരുമോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. നീ എന്തൊക്കെയായി പറയുന്നത്, നീ ഇപ്പോൾ അവർക്ക് എന്ത് ആപത്തുണ്ടാക്കാനാ എന്നൊക്കെ സുഭാഷ് ചോദിക്കുമ്പോഴേക്കും നിധിയും എന്ത് ചെയ്യുമെന്നോർത്ത് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് പോകുമ്പോഴേക്കും എന്തു ചെയ്യാനാന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ചേട്ടനാണ് അവർ പാവമാണെന്നും അവർ ഉറങ്ങട്ടെ എന്നും പറയുന്നത്, പക്ഷേ എന്നെ കൊണ്ട് അന്നിങ്ങനൊന്നും ചിന്തിക്കാൻ വയ്യ. സുധീഷിനെ മാത്രം വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കാമെന്ന് നിധി പറയുമ്പോഴേക്കും അതൊന്നും വേണ്ടെന്നും ഒരു ദിവസം വെള്ളം ഒഴിച്ചപ്പോൾ കണക്കിന് കിട്ടിയതല്ലെന്നും സുഭാഷ് ചോദിക്കുന്നുണ്ട്. തനിക്ക് 7 മണി കഴിഞ്ഞാൽ ഉറക്കം വരില്ലെന്നും ഇവർക്കെങ്ങനെ 10 മണി വരെ ഉറങ്ങാൻ കഴിയുന്നുവെന്നും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും നിധി പറയുമ്പോൾ അതിനാണോ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ കുട്ടിക്ക് രാത്രി കുടിക്കാനായി നല്ല ചൂടുള്ള പാൽ തരാമെന്നും അപ്പോൾ ഉറങ്ങാൻ കഴിയുമെന്നും സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും കൈക്കുമ്പിളിൽ പിടിച്ച വെള്ളമെല്ലാം ചോർന്നൊലിച്ചു പോയിരുന്നു. അത് കാണാൻ നിധിയും ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തോണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും വേണ്ടെന്ന് സുഭാഷ് അവളെ തടയുന്നുണ്ട്. നിധി അതൊന്നും വകവയ്ക്കാതെ ആ ഗ്ലാസും വെള്ളവുമായി അവരുടെ അടുത്തേക്ക് ചെന്ന്
തൻ്റെ കയ്യിൽ വെള്ളമെടുത്ത് ഉറങ്ങിക്കിടക്കുന്ന 3 പേരുടെയും മുഖത്തേക്ക് തളിക്കുന്നുണ്ട്. 3 പേരും ഞെട്ടലോടെ എഴുന്നേൽക്കുമ്പോഴേക്കും ഹരീഷ് തെറി വിളിക്കാനായി തുടങ്ങുന്ന കണ്ട് താനാണെന്ന് നിധി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അവളെ കണ്ട് ചമ്മലോടെ ഹരീഷും പെട്ടെന്ന് തൻ്റെ പുതപ്പെല്ലാം എടുത്ത് അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. എന്തിനാ ഇത്ര നേരത്തെ വിളിച്ചുണർത്തിയെന്ന് നികേഷ് ചോദിക്കുമ്പോൾ, ഇത്ര നേരത്തെയോ? സമയം 10 മണിയാവാറായി. എല്ലാവരും എഴുന്നേൽക്കുന്ന നിധി പറയുമ്പോഴേക്കും നികേഷ് എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും സുധീഷ് അവിടെ മൂടി പുതച്ച് കിടക്കുന്നുണ്ട്. അത് കാണേ നിധി വീണ്ടും അവന്റെ അടുത്തേക്ക് ചെന്ന് വീണ്ടും അവന്റെ മുഖത്ത് വെള്ളം തളിക്കുന്നുണ്ട്. പയ്യനായ ഇവൻ എഴുന്നേറ്റു, നിങ്ങൾക്ക് എന്താ എഴുന്നേറ്റാലെന്ന് സുധീഷിനോടായി ചോദിച്ചോണ്ട്, ഇനി മുതൽ 7 മണിക്ക് ശേഷം ആരും ഇവിടെ ഉറങ്ങിപ്പോവരുതെന്നും 7 മണിക്ക് ശേഷം ഉറങ്ങിയ ഇതാവും ഗതിയെന്നും നിധി പറയുന്നുണ്ട്. തങ്ങൾ രാത്രി മുഴുവൻ സംസാരിച്ച് സമയം വൈകിയതാണെന്നും ഉറങ്ങാൻ വൈകിയെന്നും സുധീഷ് പറയുമ്പോഴേക്കും അത് നിങ്ങളുടെ തെറ്റാണെന്നും രാത്രി സംസാരിക്കാനുള്ളത് ഇനി രാവിലെ സംസാരിക്കെന്നും സുഭാഷേട്ടൻ ഒരു പാവമാണെന്നും രാവിലെ 5 മണിക്കെണീറ്റ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടെന്നും അതിനുശേഷമാണ് ജോലിക്ക് പോകുന്നതെന്നും ഇനി മുതൽ എല്ലാവരും രാവിലെ തന്നെ എണീറ്റ് ചേട്ടനെ ഹെൽപ്പ് ചെയ്യണമെന്നും പോയി കുളിച്ചിട്ട് വായെന്നും നിധി പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് നികേഷ് പോവാനായി തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് നിധി അവനെ പിടിച്ചു നിർത്തി അവൻ കിടന്ന പായും തലേണയും ഷീറ്റുമെല്ലാം ആരെടുക്കുമെന്ന് ചോദിക്കുന്നത്. അതെല്ലാം എടുത്തു വെക്കുന്ന നിധി പറയുമ്പോൾ നികേഷ് അതെടുക്കാനായി തുടങ്ങുമ്പോഴും സുധീഷും അതേ ഇരിപ്പിരിക്കണ കണ്ട് ഇനിയും വെള്ളമൊഴിക്കണോ, എഴുന്നേൽക്കുന്ന നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റുകൊണ്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും ആ പായും തലേണയും ബെഡ്ഷീറ്റുമെല്ലാം ആരെടുത്തു വെക്കുമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതെല്ലാം സുഭാഷേട്ടൻ എടുത്തു വെക്കുമെന്ന് നിധി പറയുമ്പോൾ, ചേട്ടൻ കിടന്നതെല്ലാം ചേട്ടൻ എടുത്തു വെച്ചു, നിങ്ങൾ കിടന്നത് നിങ്ങൾ എടുത്തു വെക്കണമെന്ന് നിധി പറയുന്നുണ്ട്. എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന സുഭാഷിനെ സുധീഷ് ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും താനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് സുഭാഷും പറയുന്നുണ്ട്. ചേട്ടനെ നോക്കുന്നത് എന്തിനാ, എടുത്തു വെക്കുന്ന നിധി പറയുമ്പോഴേക്കും നികേഷും സുധീഷും പായയും തലേണയും എല്ലാം എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിധി സുഭാഷിനോടായി ആംഗ്യം കാണിക്കുമ്പോഴേക്കും നന്നായിട്ടുണ്ടെന്ന് സുഭാഷും ആംഗ്യത്തിലൂടെ പറയുന്നുണ്ട്. പിന്നീട് നിധി മുറ്റമെല്ലാം അടിച്ചു വാരി മുറ്റത്ത് കോലം വരച്ച് കുളി കഴിഞ്ഞു വന്ന് അകത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിക്കാനായി തുടങ്ങുമ്പോഴേക്കും അവിടെയാകെ വൃത്തികേടായി കിടക്കുന്ന കണ്ട് അതെല്ലാം റെഡിയാക്കി അവിടത്തെ വിളക്കും താലവുമെല്ലാം കഴുകിക്കൊണ്ട് വരാനായി സുധീഷിനെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നീട് അവൾ വിളക്ക് കത്തിക്കുമ്പോഴേക്കും എല്ലാവരും അവളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കാഴ്ച കാണെ സന്തോഷത്തോടെ സുധീഷും സുഭാഷിനോടായി പറയുന്നുണ്ട്, ഇവളെ ഇവിടെ തന്നെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ടില്ലേ, ഇനി അവൾക്ക് എന്നെയും ഇഷ്ടമാവും, ഈ വീടും ഇഷ്ടമാവും, ഇനി ഞങ്ങൾ ഒന്നിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്നവൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്. പിന്നീട് അവൾ ആരതി എടുക്കുമ്പോഴേക്കും എല്ലാവരും പ്രാർത്ഥിച്ച് ഭസ്മമെല്ലാം തൊടുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് കരയുന്ന കണ്ട് എല്ലാവരും എന്താ കാര്യമെന്നറിയാതെ സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും അവന് പുകലർജിയാണെന്നത് തനിക്ക് അറിയില്ലായിരുന്നെന്നും സോറി എന്നും നിധി പറയുന്നുണ്ട്. ഇത്രയും നാളും ഇതൊരു വീടായില്ലെന്നും ഈ കാര്യങ്ങളെല്ലാം ഞാനും സുഭാഷേട്ടനും തനിയാണ് ചെയ്തിരുന്നതെന്നും ഇപ്പോൾ മുതലാണ് ഇതൊരു വീടായതെന്നും അതിന്റെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണെന്നും നികേഷും പറയുന്നുണ്ട്. അവളും സന്തോഷത്തോടെ അവന്റെ ടെൻഷൻ മറക്കാനായി അവനോട് മൊബൈലിൽ ഭക്തിഗാനം ഇടാനായി പറയുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്കും ചേട്ടനോട് ചായ വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും താൻ ഇന്ന് ചായ ഇട്ടോളാമെന്ന് പറഞ്ഞ് നിധിയും അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ താൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞ് നിധി കുറെ അധികം ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം വാരിയിട്ട് ചായ ഉണ്ടാക്കി എല്ലാവർക്കും കുടിക്കാനായി കൊടുക്കുന്നുണ്ട്. കയ്പുള്ളൊരു ചായ ആണെങ്കിലും എല്ലാവരും അത് സന്തോഷത്തോടെ നല്ലതാണെന്ന് പറഞ്ഞ് കുടിക്കുന്നുണ്ട്. അതിന്റെ സന്തോഷത്തിൽ അവൾ ഒരു ചായ പുറത്തിരിക്കുന്ന അവരുടെ അച്ഛൻ ഭാസ്കരനും കൊണ്ടുചെന്ന് കൊടുക്കുമ്പോഴേക്കും അദ്ദേഹവും ഒന്നും മിണ്ടാതെ ആ ചായ വാങ്ങി കുടിക്കുന്നുണ്ട്. നിധിയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി എല്ലാവരും എങ്ങനെയെങ്കിലും ആ ചായ കുടിച്ചു തീർക്കുമ്പോഴേക്കും ചായ കുടിക്കാതിരിക്കുന്ന നികേഷിനോട് നിധി കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ചായ കൊള്ളില്ലെന്ന് അവനും. അത് കേൾക്കെ നല്ലതാണെന്നും കുടിക്കെന്നും സുധീഷ് അവനെ വഴക്കു പറയുന്നുണ്ടെങ്കിലും ചായപ്പൊടി കുറച്ചധികം ഇട്ടതുകൊണ്ട് ചായ നല്ല സ്ട്രോങ് ആയിരിക്കുന്നെന്നും നല്ലതാണെന്നും സുഭാഷും പറയുന്നുണ്ട്. ചായ നല്ലതാണെങ്കിലും ഇത്രയും സ്ട്രോങ് ആയ ചായ ഞങ്ങളുടെ ഫാമിലിക്ക് സെറ്റ് ആവില്ലെന്ന് നികേഷ് പറയുന്നു. നിധി സുധീഷിനെ നോക്കുമ്പോഴേക്കും സുധീഷ് വീണ്ടും ചായ സൂപ്പറാണെന്നും നല്ലതാണെന്നും പറഞ്ഞ് വീണ്ടും കഷ്ടപ്പെട്ട് കുടിക്കുമ്പോഴേക്കും നിധിയും ടെൻഷനോടെ ഉമ്മറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അദ്ദേഹവും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ആ ചായ കുടിച്ചു തീർത്ത് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. കാര്യം മനസ്സിലായ നിധിയും അവരോട് സോറി പറഞ്ഞ് ഇനി മുതൽ നല്ല ചായ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോഴേക്കും ആദ്യമായി കിച്ചണിൽ കയറിയതല്ലേ, കുഴപ്പമില്ലെന്ന് സുഭാഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും നിധിക്ക് കുടിക്കാനായി ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്കുന്നുണ്ട്. അവളും അത് കുടിച്ചു നോക്കിക്കൊണ്ട്, ഇത്രയ്ക്കും സ്ട്രോങ് ആണോ, നല്ല കയ്പുമുണ്ട്, ഇതൊന്നും ഒരു ചായയില്ലെന്നും അടുത്ത തവണ നല്ലൊരു സൂപ്പർ ചായ ഉണ്ടാക്കി തരാമെന്നും നിധി പറയുന്നുണ്ട്. പിന്നീട് സുഭാഷ് എല്ലാവരുടെയും തുണി കഴുകുന്നതും കണ്ട് നിധി സുധീഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാ ജോലിയും ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നതെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും വീട് വൃത്തിയാക്കി ആഹാരം പാകം ചെയ്ത് തുണി അലക്കിയിട്ട് വേണം
സുഭാഷ് ഏട്ടന് ജോലിക്ക് പോവാൻ. ഒരു ആർക്കിടെക്റ്റിന് എന്തൊക്കെ ജോലിയുണ്ടെന്നും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നും അറിയുമോ? അതിനിടയിൽ വീട്ടുജോലിയും ചെയ്യണം. നിങ്ങൾക്ക് ചേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? അറ്റ്ലീസ്റ്റ് തുണിയെങ്കിലും ഒന്ന് കഴുകിക്കൂടെ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ചേട്ടൻ ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷും അവിടെ നൊഴിഞ്ഞു മാറുന്നുണ്ട്. പിന്നീട് നിധി സുഭാഷിനോട് തന്റെ ജോലിക്കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ചേട്ടൻ വലിയൊരു ആർക്കിടെക്റ്റ് ആണെന്ന് സുധീഷ് പറഞ്ഞെന്നും ചേട്ടൻ റെക്കമെൻഡ് ചെയ്ത് ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ ജോലി വാങ്ങി തരണമെന്നും അല്ലെങ്കിൽ സുഭാഷ് ചേട്ടന്റെ തന്നെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ തന്നെ ഉൾപ്പെടുത്തണമെന്നും വീട്ടിൽ വെറുതെ ഇരുന്ന് മടുത്തെന്നും എനിക്ക് വേണ്ടി ഈ ഒരു സഹായം ചെയ്തു തരുമെന്നും നിധി ചോദിക്കുമ്പോഴേക്കും അരികെ നിൽക്കുന്ന സുധീഷിനെ സുഭാഷ് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. തന്നെ സഹായിക്കുമോ എന്ന് നിധി വീണ്ടും ചോദിക്കുമ്പോഴേക്കും താൻ എല്ലാം റെഡിയാക്കാമെന്ന് സുഭാഷും സമ്മതിക്കുന്നുണ്ട്. ചേട്ടൻ എല്ലാം റെഡിയാക്കി തരുമെന്ന് സുധീഷും സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴേക്കും നിധിയും സന്തോഷത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. അവൾ പോയി കഴിയുമ്പോഴേക്കും സുഭാഷും ദേഷ്യത്തോടെ സുധീഷിനെ അടിക്കാനായി വരുന്നുണ്ടെങ്കിലും സുധീഷ് പെട്ടെന്ന് തന്നെ അവിടെ നോടി രക്ഷപ്പെടുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.